ഓക്കെ. സോ നമ്മള് 5 മാർക്ക്, 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, 4 മാർക്ക് ക്വസ്റ്റ്യൻസ് വരെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ടുള്ളത്. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡു യു തിങ്ക് ഔട്ട്സോഴ്സിംഗ് ഈസ് ഗുഡ് ഫോർ ഇന്ത്യ? അപ്പൊ ഇന്ത്യക്ക് ഔട്ട്സോഴ്സിംഗ് നല്ലതാണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോ ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ അത്യാവശ്യം ലോങ് ആയിട്ട് തന്നെ നിങ്ങൾ ആൻസർ എഴുതണം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 പേജ് അല്ലെങ്കിൽ 1.5 പേജസ് എങ്കിലും ഉണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് അത്രയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വളരെ ഷോർട്ട് ആയിട്ട് ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഔട്ട്സോഴ്സിംഗ് ഇന്ത്യക്ക് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് ആസ് എ പാർട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ വന്നതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഔട്ട്സോഴ്സിംഗിൽ ഒരു കമ്പനി എന്തായിരിക്കും, പുറത്തുനിന്നായിരിക്കും റെഗുലർ ആയിട്ടുള്ള സർവീസ് എടുക്കുന്നത്, അല്ലെ? ഇപ്പൊ നമ്മുടെ ഇന്ത്യയുടെ കേസൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം അമേരിക്ക പോലത്തുള്ള രാജ്യങ്ങള് ഇന്ത്യയുടെ ഒക്കെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങിക്കുന്നുണ്ട്, റെഗുലർ ആയിട്ടുള്ള സർവീസസ് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതിന് എക്സാമ്പിളുകൾ നമ്മൾ പഠിച്ചു: ലീഗൽ അഡ്വൈസ്, കമ്പ്യൂട്ടർ സർവീസ്, അഡ്വർടൈസ്മെന്റ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ ഇത് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കൂടി വരികയാണ്. കാരണം നമ്മളിപ്പോ IT പോലുള്ള, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ആയി വന്നതോടുകൂടി പല സ്ട്രീമിൽ നിന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തില് ഈ IT ഒക്കെ യൂസ് ചെയ്ത് പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ മൾട്ടിനാഷണൽ കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം, അല്ലെ? അപ്പൊ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഔട്ട്സോഴ്സിംഗ് കൂടി നിൽക്കുന്നു എന്നുള്ളതിന്റെ 2 റീസൺസ് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. വൺ ഈസ് ചീപ്പർ കോസ്റ്റ് ആണ്, കാരണം ആൾക്കാർക്ക് വളരെ കുറഞ്ഞ എന്താണ് വേജ് കൊടുത്താൽ മതിയാവും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ലാണ്. ഓക്കെ. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അവരുടെ സ്കിൽ ഹൈ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കും, സ്കില്ലാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് പോലെ സ്കിൽസ് ഉള്ള ആൾക്കാരെ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഈ ഔട്ട്സോഴ്സിങ് വളരെ നന്നായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇത്രയും പോയിന്റ്സ് അതിനകത്ത് എന്തായാലും ഇൻക്ലൂഡഡ് ആയിരിക്കണം. നമ്മുടെ ആൻസർ ഷീറ്റിൽ വാല്യൂ പോയിന്റ്സ് കൊടുക്കുമ്പോൾ അവർ ഈ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും അതിനകത്ത് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളത് ഏതെങ്കിലും രീതിയിൽ, വാട്ട് എവർ ദ ലാംഗ്വേജസ്, നിങ്ങളത് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്സ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ വെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: പ്രിപ്പയർ എ നോട്ട് ഓൺ പ്രൈവറ്റൈസേഷൻ ഓഫ് ഇന്ത്യൻ എക്കോണമി. ഇപ്പൊ ഇന്ത്യൻ എക്കോണമിയിലെ ഗ്ലോബലൈസേഷന്റെ കോഴ്സസ് ഒക്കെ നമ്മൾ പഠിച്ചതുപോലെ പ്രൈവറ്റൈസേഷൻ ഇന്ത്യൻ എക്കോണമിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രൈവറ്റൈസേഷൻ എന്താണെന്നുള്ളത് ഫസ്റ്റ് തന്നെ എഴുതുക. അതായത് ഇപ്പോ എന്താണ്, ഈ പറയുന്ന പ്രൈവറ്റ് സെക്ടറിന് മേലുള്ള ആ ഒരു കൺട്രോൾ ഇല്ലാതാക്കുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, അല്ലെ? ഇപ്പൊ നമ്മള് ഈ ഇൻഡിപെൻഡൻസ് തൊട്ട് ഇങ്ങോട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പബ്ലിക് സെക്ടറിനാണ്, അല്ലെ? പബ്ലിക് സെക്ടറിനാണ്. പക്ഷേ ഈ പബ്ലിക് സെക്ടർ ഏറ്റവും ബെറ്റർ ആയിട്ടല്ല, എഫിഷ്യന്റ് ആയിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അതല്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഈ ന്യൂ എക്കണോമിക് പോളിസി വരുന്നതും പ്രൈവറ്റ് സെക്ടറിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, വികസിപ്പിക്കാനായിട്ട് നോക്കുന്നതും. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾ എണ്ണി എണ്ണി തന്നെ പറയണം. അതിനകത്ത് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് സെക്ടറിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ 17ഓളം കമ്പനികൾ പബ്ലിക്കിന്റെ കയ്യിൽ, അതായത് ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിൽ ഇപ്പൊ അത് വെറും 4 അല്ലെ? ഇപ്പൊ നമ്മൾ അറ്റോമിക് എനർജി പഠിച്ചു. അതുപോലെ തന്നെ മിനറൽസ്, അറ്റോമിക് എനർജിയുടെ കീഴിൽ തന്നെ വരുന്ന മിനറൽസിന്റെ കേസ് പഠിച്ചു. പിന്നെ റെയിൽവേയുടെ കേസ് പഠിച്ചു. ഇങ്ങനെ വളരെ എണ്ണി പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് കൂടി എന്നുള്ളതാണ്, അല്ലെ? ഇപ്പൊ അതിനകത്ത് നമുക്ക് FDI, FII പോലത്തുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് എന്റർപ്രൈസുകൾ അതിന്റെ ഷെയർ, അല്ലെ? ഇപ്പൊ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പോലത്തുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ അടുത്തൊരു സംഭവം എന്താന്ന് വെച്ചാല് എന്താണ്, ഫിനാൻഷ്യൽ കോർപ്പറേഷൻസിനൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് ഈ ഇൻഡസ്ട്രികള്, ഈ പറയുന്ന ഇൻഡസ്ട്രികളെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ല. അതായത് നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലോൺ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്രൈവറ്റ് സെക്ടറുകൾ പബ്ലിക് സെക്ടറായിട്ട് മാറണമായിരുന്നു, എന്നാൽ മാത്രമേ ലോൺ കൊടുക്കത്തുള്ളായിരുന്നു ഈ ഫിനാൻഷ്യൽ കോർപ്പറേഷനുകൾ. പക്ഷെ ഇപ്പൊ അങ്ങനെ മാറിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം ഇപ്പോ അവർ ഏത് രൂപത്തിലാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ലോൺ ഒക്കെ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഓക്കെ.
പിന്നെ ഈ പറയുന്ന പോലെ ഗവൺമെന്റ് എന്ത് ചെയ്യാണ് PSUകളുടെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അപ്പൊ ഇതെല്ലാം പ്രൈവറ്റ് സെക്ടറിന്റെ കേസിൽ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ 5 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ കീഴിൽ ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 8 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. 8 മാർക്കിന് അറിയാലോ, അത്യാവശ്യം നല്ല ലോങ് ആയിട്ട് എഴുതിയാൽ മാത്രമേ നമുക്ക് 8 മാർക്കിന് ഫുൾ മാർക്സ് അല്ലെങ്കിൽ ഒരു 6 to 7 എങ്കിലും കിട്ടത്തുള്ളൂ. അപ്പം അസസ് ദ പെർഫോമൻസ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിങ് റിഫോംസ്. അപ്പൊ ഈ റിഫോംസിന്റെ സമയത്ത് ഇന്ത്യൻ ഇക്കോണമിയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഇവിടെ എന്താണ് GDP അല്ലെ, GDP-യുടെ മെഷർമെന്റ് ഒന്നും കറക്റ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ലെങ്കിൽ പോലും ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഒരു 8.2% ആയിട്ടൊക്കെ നമ്മുടെ GDP ഗ്രോത്ത് അത്രയും കൂടുന്നുണ്ടെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കൂടി, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടി, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ FDI എത്ര കൂടി എന്നുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേംസിലും മോണിറ്ററി ടേംസിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കൂടി, അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പോർട്ടുകൾ അല്ലെ, അതായത് ഓട്ടോമൊബൈൽ പാർട്ടുകൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, IT സോഫ്റ്റ്വെയർ, ടെക്സ്റ്റൈൽസ്, ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളുടെയൊക്കെ ആ ഒരു എക്സ്പോർട്ട് കൂടുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഇതിന് തീർച്ചയായിട്ടും ക്രിറ്റിസിസം ഉണ്ട്, അത് നമ്മൾ പഠിച്ചതാണ്. അതായത് GDP കൂടി എന്ന് പറഞ്ഞു, പക്ഷേ അത് എംപ്ലോയ്മെന്റ് കൂട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് കൂട്ടിയില്ല. അപ്പൊ അത് സർവീസ് സെക്ടറിനെയാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്തതെന്നും അഗ്രികൾച്ചർ സെക്ടറിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല, ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്തും ഇങ്ങനെ താളം തെറ്റി കിടക്കുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അതുപോലെ ഒരുപാട് PSUനെ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഒരുപാട് PSUകളെ പ്രൈവറ്റ് സെക്ടറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും അത്ര അങ്ങോട്ട് ഗുണം ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുണം ചെയ്തിട്ടില്ല. പിന്നെ ടാക്സ് ഇവേഷന്റെ കാര്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അതായത് ടാക്സ് കുറച്ച് മാക്സിമം ആൾക്കാരെ കൊണ്ട് ടാക്സ് കൊടുപ്പിക്കാനായിട്ട് നോക്കിയെങ്കിലും അതും ഈ പറയുന്നത് പോലെ വലിയ ഗുണം ചെയ്തില്ല. ഓക്കെ, പിന്നെ ഗ്ലോബലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ബോത്ത് പോസിറ്റീവ് അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിൽ നോക്കുമ്പോൾ അതിന് ഒരുപാട് പോസിറ്റീവ് ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് നെഗറ്റീവ് വശം ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രീസിന്റെ ആ ഒരു മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അതാണ് നമുക്ക് 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. ഈ പോയിന്റ്സ് എല്ലാം അവിടെ വരണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മെനി സ്കോളേഴ്സ് ആർഗ്യൂ ദാറ്റ് ഗ്ലോബലൈസേഷൻ ഇസ് എ ത്രെറ്റ് ആസ് ഇറ്റ് റെഡ്യൂസസ് ദ റോൾ ഓഫ് ദി സ്റ്റേറ്റ് ഇൻ മെനി സെക്ടേഴ്സ്. Some counter argue that it is an opportunity as it opens up markets to compete in and capture. Prepare a debate report on globalization is a threat or blessing. അപ്പൊ നമ്മൾ മുമ്പേ കണ്ടതുപോലെ തന്നെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. അതായത് ഗ്ലോബലൈസേഷന്റെ ഗുണവും ദോഷവും എന്നുള്ള രീതിക്കായിരിക്കും ഈ ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് രണ്ട് രീതിയിൽ, അതായത് ഡിബേറ്റ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പോസിറ്റീവ് എഴുതണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാത്ത അതായത് നെഗറ്റീവ് ക്രിറ്റിസിസവും അവിടെ നമ്മൾ എഴുതണം. അപ്പൊ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന്റെ എക്കോണമി അല്ലെ, അത് ഗ്രോത്ത് റേറ്റ് കൂടി എന്നുള്ളതും, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയൽ സെക്ടർ വളർന്നു എന്നുള്ളതും, എക്സ്പോർട്ട് ഗ്രോത്ത് കൂടി എന്നുള്ളതും, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടി, പിന്നെ GDP എന്താണ് കൂടി, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ അല്ലെ, കോമ്പറ്റീഷൻ ഉണ്ടായി. അപ്പം കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ആൾക്കാരും ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റി. അപ്പൊ ഇതെല്ലാം അതിന്റെ ഗുണങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദോഷത്തിലേക്ക് വരുമ്പോഴോ ഗ്ലോബലൈസേഷൻ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനെ ഒഴിവാക്കി കളഞ്ഞു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഡെപ്റ്റ് ട്രാപ്പിലേക്ക് പോയി എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്, അല്ലെ കടക്കണിയിലായി പോയി എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. ഇനി അടുത്ത പറയുന്നതെന്ന് വെച്ചാൽ ഫോറിൻ ടെക്നോളജികൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു, നമ്മുടെ നാട്ടിലെ ടെക്നോളജിക്ക് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ എക്കോണമിയിലേക്ക് കയറി വരാൻ തുടങ്ങുന്നത് ഈ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അതങ്ങനെ നമുക്ക് ഗുണവും ദോഷവും അങ്ങനെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചിലപ്പോൾ വലിയ ലോങ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും, പക്ഷെ ചിലപ്പോൾ നമുക്ക് എഴുതാൻ ഇത്രയേ ഉണ്ടായിരിക്കത്തുള്ളൂ, നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയായിരിക്കും എഴുതാനുണ്ടാവുക കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂ ഇക്കണോമിക് പോളിസി 1991 കുറിച്ച് ഒരു സെമിനാർ റിപ്പോർട്ട് എഴുതാനാണ്. ഇവിടെ സെമിനാർ റിപ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾ ആ പോയിന്റ്സ് മാത്രം അവിടെ ഇൻക്ലൂഡ് ചെയ്താൽ മതി, എന്നാൽ കുറച്ച് ലോങ്ങും ആയിരിക്കണം. അപ്പൊ അവിടെ നമുക്ക് ഓരോന്നും എടുത്ത് എഴുതണം. ലിബറലൈസേഷൻ എന്താണ്, അതുപോലെ അതിന്റെ ഫീച്ചേഴ്സ്, പ്രൈവറ്റൈസേഷൻ എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്, ഗ്ലോബലൈസേഷൻ എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്, ഇത് മൂന്നും എടുത്ത് എഴുതിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ആൻസർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ,
സോ ലിബറലൈസേഷൻ നോക്കുമ്പോൾ ലിബറലൈസേഷൻ എന്ന് പറയുമ്പോൾ എക്കോണമിയുടെ എല്ലാ സെക്ടറുകളിലുമുള്ള റെസ്ട്രിക്ഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് അല്ലെ, എക്കോണമിയെ ലിബറൽ ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് 1980s തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ആവുന്നത് 1991 ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് വന്നിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറിലെ പല കാര്യങ്ങളും നമ്മൾ ഡീറെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് അവിടെ നമ്മൾ ഒരു രണ്ട് എക്സെപ്ഷണൽ കേസ് പറയുന്ന ഒന്ന് കെമിക്കൽസ്, അതായത് വിഷകരമായിട്ടുള്ള കെമിക്കൽസ് പോലത്തുള്ള സാധനങ്ങളുടെ കേസും, രണ്ടാമെന്ന് പറഞ്ഞാൽ എന്താണ് ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസും സംഭവങ്ങളും ഒക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ കെമിക്കൽസ് ആയിട്ടുള്ളത് പറയാം, അതുപോലെ തന്നെ എക്സ്പ്ലോസീവ്സ്, ഇതിന് രണ്ടിനെ മാത്രമാണ് നമ്മൾ അവിടെ ഒഴിവാക്കിയിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് പറഞ്ഞു. RBI ഒരു റെഗുലേറ്ററിൽ നിന്ന് ഫെസിലിറ്റേറ്റർ ആക്കി മാറ്റി. ടാക്സ് റിഫോമുകൾ കൊണ്ടുവന്നു അല്ലെ, ടാക്സ് കുറച്ചു എന്നുള്ള കാര്യം. ഫോറിൻ എക്സ്ചേഞ്ച് റിഫോമുകൾ കൊണ്ടുവന്നു, അതായത് ഡീവാലുവേഷൻ ഒക്കെ നടത്തി എന്ന് പറഞ്ഞു. ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസികൾ, കോട്ട താരിഫ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കളയുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഗവൺമെന്റ് കമ്പനി അതിന്റെ ഒരു ഗവൺമെന്റ് ഓൺഡ് എന്റർപ്രൈസിന്റെ ഓണർഷിപ്പ് അല്ലെ മാനേജ്മെന്റ് നിർത്തലാക്കുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് അതിന്റെ ആ ഒരു എന്താണ് അതിന്റെ ഒരു ഭാഗം എന്താണ് പിൻവലിക്കും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. അപ്പൊ അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അതുവഴി എന്താണ് അവർക്ക് ഒരു സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം ഉണ്ടാക്കിയെടുക്കാനും മോഡേണൈസേഷൻ, പുതിയ പുതിയ ടെക്നോളജികളെ സംഭവങ്ങള്, പിന്നെ ആ ഒരു പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഗ്ലോബലൈസേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും കൂടെ എല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ലോകത്തിന്റെ ഇക്കോണമിയെ ഇന്ത്യൻ ഇക്കോണമിയായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. അവിടെ നമുക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് ഒന്നും തന്നെ ഇല്ല. ഇപ്പം ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ഒരാളുമായിട്ട് നമുക്കിപ്പോ കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഗ്ലോബലൈസേഷൻ ആണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഒരു കൺക്ലൂഷനും കൂടെ എഴുതി കഴിഞ്ഞാൽ അതൊരു സെമിനാർ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ. അപ്പൊ അവിടെ എല്ലാ കാര്യങ്ങളും അതിന്റെ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കണം. ഓക്കെ, ലിബറലൈസേഷൻ ഉണ്ടായിരിക്കണം, പ്രൈവറ്റൈസേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷനും ഉണ്ടായിരിക്കണം. അടുത്തത് ഒരു മാത്സ് ഓഫ് ഫോളോയിങ് മാർച്ച് 2009 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പറയാം അല്ലെ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പറയാം. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ എന്താണ് ഇലക്ട്രിസിറ്റി പറയാം. ഇനി ഗ്ലോബലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ടാരിഫ് റിഡക്ഷൻ പറയാം. ഓക്കെ, പ്രൈവറ്റൈസേഷൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന ഇപ്പോ ടാരിഫ് റിഡക്ഷൻ സംഭവങ്ങൾ പറയുമ്പോഴത്തേക്കും ഗ്ലോബലൈസേഷൻ ടാരിഫ് റിഡക്ഷൻ പറയുമ്പോൾ എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ സെക്കൻഡറി സെക്ടർ ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ എന്താണ് ഇലക്ട്രിസിറ്റി റിഡക്ഷൻ ഓഫ് സബ്സിഡീസ് എന്നുള്ളത് നമുക്ക് പറയാം അല്ലെ. മറ്റേ സിരിസെല്ല ട്രാജഡി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും ഡീനാഷണലൈസേഷൻ ആണ്. അതുപോലെ ഗ്ലോബലൈസേഷൻ ടാരിഫ് റിഡക്ഷന്റെ ഭാഗമായിട്ട് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ഇതൊന്ന് ജസ്റ്റ് അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം മനസ്സിലാവും, നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. In a mixed economy like India, public sector undertakings play an important role in the economic development of the country. Prepare a debate report on the role of public sector undertakings in the economic development of India in the present context. ഇത് സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു ഇന്ത്യ പോലെ ഒരു മിക്സ്ഡ് എക്കോണമിയിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ അതിനെ സംബന്ധിച്ചൊരു ഡിബേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു ഡിബേറ്റ് ചോദിക്കുമ്പോൾ അവിടെ 2 പോയിന്റ് വരണം, ഫോറും വരണം, എഗെയിൻസ്റ്റും വരണം. ഫോർ എന്ന് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോയിന്റുകളായിരിക്കണം, എഗെയിൻസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെതിരായിട്ടുള്ള പോയിന്റുകളായിരിക്കണം. അപ്പൊ ഇവിടെ ഫോർ ആയിട്ടുള്ള നമ്മൾ പറയുന്ന ഫേവറബിൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് വെൽഫെയർ ഓറിയന്റഡ് ആണ്, ഗവൺമെന്റിന്റെ കയ്യിലായതുകൊണ്ട് വെൽഫെയർ ഓറിയന്റഡ് ആയിരിക്കും. അതുപോലെ ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിൽ മാത്രം വരുത്തിയിരിക്കത്തില്ല, ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എഴുതാം. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് നോക്കിക്കേ, ഇൻഎഫിഷ്യൻസി അല്ലെ, പെർഫോമൻസ് കുറയും. അതുപോലെ ബെറ്റർ ആയിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ടാവണം എന്നില്ല, അഴിമതി ഉണ്ടാവാം. അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാം. പിന്നെ അത്രയും കോമ്പറ്റീറ്റീവ് ആയിരിക്കില്ല, കാരണം കോമ്പറ്റീറ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ എഫിഷ്യൻസി എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പം അങ്ങനത്തെ ഉള്ള പോയിന്റ്സ് ആർക്യൂ ഫോറും എഗെയിൻസ്റ്റും ആയിട്ട് എഴുതി ആ ഒരു ആൻസർ നിർത്തുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ലിബറലൈസേഷൻ ഇൻവോൾവ്സ് ലിബറേറ്റിംഗ് ദ എക്കോണമി ഫ്രം കൺട്രോൾസ് ആണ്. ഡിസ്കസ് എ പ്രോസസ് ഓഫ് ലിബറലൈസേഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ സിൻസ് 1991.
അപ്പൊ ലിബറലൈസേഷൻ എന്താണ്, അതിന്റെ ഒരു പ്രോസസ്സ് പറയാനാണ്. അപ്പൊ ലിബറലൈസേഷൻ എന്താണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എഴുതുക. ലിബറലൈസേഷന്റെ ഫീച്ചേഴ്സും ആണ് നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇനി അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താണ് ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും കുറച്ച് ബേസിക് പോയിന്റ്സ് തന്നെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്കിനി ഒരു ക്ലാസ് കൂടെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ റിവിഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.